ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം. വരൂ കൂട്ടുകാരെ, നമുക്ക് ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മൊരിയിക്കുക. ഉരുളക്കിഴങ്ങ്, ആലു, പൊട്ടറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ മണ്ണിനടിയിൽ വളരുന്ന ഈ ഒരു പൊട്ടറ്റോ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു കിഴങ്ങ് വർഗ്ഗമാണ്. പക്ഷേ എല്ലാവർക്കും അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇഷ്ടു, അതുപോലെ തന്നെ അത് ഫ്രൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പൂരിക്കൊക്കെ മസാല ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കും അല്ലേ. അതുപോലെ ബാജി കറി എന്ന് പറയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് ഏത് രീതിയിൽ കറി വെച്ചാലും, അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് വറുത്തരച്ചൊക്കെ വെക്കും. വളരെ ടേസ്റ്റിയാണത്. അപ്പോൾ എങ്ങനെ വെച്ചാലും നമുക്ക് മലയാളികൾക്ക് ഉരുളക്കിഴങ്ങ് കറി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നന്നായി മൊരിഞ്ഞു കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വീണ്ടും വഴറ്റുക. ഇനി നമുക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് വയ്ക്കുമ്പോൾ, ഈ കറി വയ്ക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ടത്. അതായത് നമ്മളത് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ച് അത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ നമുക്ക് വെള്ളം ഇവിടെ ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേകുകയും ചെയ്യും. അങ്ങനെ ചെയ്തെടുക്കണം. അതേസമയം നമുക്കറിയാം പാലക്ക് അല്ലെങ്കിൽ ചീര, ഇത് ഒരുവിധം ആൾക്കാർക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണമാണ്. അപ്പം അതേസമയം പൊട്ടറ്റോ ഹെൽത്തിയാണ്, പക്ഷേ അതിനകത്ത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഒത്തിരി നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതേസമയം പാലക്കാണെങ്കിൽ അതിന് കുറച്ച് ചുവയൊക്കെ ഉണ്ടാവും. നമുക്ക് അത്രയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു പച്ചക്കറിയാണ് ഈ പാലക്ക് എന്ന് പറയുന്ന ചീര. പക്ഷേ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാലക്ക് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാലക്കും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത്. അങ്ങനെ ആവശ്യത്തിന് ചെയ്ത് എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്ക്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ചോറിനുമൊക്കെ കൂട്ടാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള പൊട്ടറ്റോ പാലക് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ തിന്നാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. സാധാരണഗതിയിൽ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പാലക്ക് മാത്രം കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അതേസമയം ഈ ഉരുളക്കിഴങ്ങും പാലക്കും ഉള്ള ഈ കറി വെച്ച് കൊടുത്തപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റാണ് എന്നും പറഞ്ഞിട്ട് നന്നായിട്ട് കൂട്ടി. അതേസമയം പാലക്ക് മാത്രമായിട്ട് കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കഴിക്കത്തേ ഇല്ല. ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് ആൾക്കാർ കഴിക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഈ രീതിയിൽ പൊട്ടറ്റോ ആൻഡ് പാലക്ക് ഈ രീതിയിൽ മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരെ നന്നായിട്ട് കഴിക്കുന്ന ഒരു
വിഭവമാണ് ആലു പാലക്ക് എന്ന് പറയുന്ന ഈ മെഴുക്ക് പുരട്ടി. അപ്പോൾ എല്ലാവരും തന്നെ ഇത് കഴിക്കുക. ഞങ്ങളുടെ ചെറുപ്പത്തിലെയൊക്കെ നമുക്ക് പാലക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പാലക്കും പരിപ്പും വെച്ചിട്ട് കറി വയ്ക്കും. നല്ല ടേസ്റ്റാണ് അത്. ചോറിൻ്റെ കൂടെ നമുക്ക് ഈ മീൻ മുളകിട്ടതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ കുട്ടികൾക്കും ആണുങ്ങൾക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കത്തില്ല, ഇഷ്ടമല്ല. അതേസമയം ഈ സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് ഇങ്ങനെയുള്ള വിഭവങ്ങൾ. അപ്പം വളരെ ടേസ്റ്റിയും എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കുക. പാലക്, ആലു